ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വം പ്രസാദ് ഗെയിമർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പറായിട്ടുള്ള ഒരു വീട് കെട്ടാനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ തന്നെ ഒരു സൂപ്പർ കിടിലമായിട്ടുള്ളൊരു പക്ക പെർഫെക്ഷൻ ഉള്ള ഒരു വീട്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കണം. ബേസ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളത് വെച്ച് ഉണ്ടാക്കാൻ, അപ്പോൾ കുറച്ച് വുഡിൻ്റെ തന്നെ വെച്ചിട്ടാണ് ബേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ബേസ്മെൻറ്റിന് നോക്കട്ടെ, മേലിൽ നിന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊരു ഊഹം കിട്ടും. ഓക്കെ, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അത് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ നമുക്കത് മുഴുവൻ തീർക്കാം. പിന്നെ അത് ഫസ്റ്റ് ഒരു ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെ മേൽക്ക് ലെയർ വെച്ച് നമുക്ക് കൊണ്ടുപോവാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ എന്തായാലും സബ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ കാണിക്കാം. അതിന് ശേഷം ഞാൻ ഇത് ഫുള്ളും ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ അത് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ബേസ്മെൻറ്റ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ ചെയ്ത് ഒരു 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. 1 2 3. അപ്പോൾ ഇങ്ങനെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേറൊരു പണിയുണ്ട്, കുറച്ചും കൂടി ചന്തമാക്കാൻ സ്റ്റെപ്സ് വേണം. ഓക്കെ, കുറച്ചും കൂടി ചന്തം വരാനാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഈ സ്റ്റെപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് ഇങ്ങനെ കൊടുക്കണം, ഈ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഡോറിനുള്ള ഹോളൊന്നും ഇട്ടിട്ടില്ല, ഒക്കെ ലാസ്റ്റ് ആയിരിക്കും ഇടുന്നത്. ഓക്കെ, ഇത് മേലെ എത്തണ വരെ ഇത് ചെയ്തുകൊണ്ടേ പോകണം. ഓക്കെ ഗൈസ്, ഈ സൈഡിൽ ഈ ഒന്നും വേണ്ട, കുറച്ച് അന്തം കുറയും. ഓക്കെ, അതുകൊണ്ടാണ് എന്നിട്ട് അങ്ങനെ ചെയ്ത് ഇത് ആ സൈഡ് ഈ സൈഡും ചെയ്ത് കണ്ടിന്യൂസ് ആയി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് വൈബ്രേഷൻ അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ മോള് വരെ ചെയ്തെടുക്കണം. അപ്പം ഇനി മോള് വരെ ചെയ്തെടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കളർ സ്റ്റെപ്പ് വയ്ക്കാം. കയറാനല്ലേ നമ്മളൊരു ബ്യൂട്ടിഫുള്ളാണ് വെക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഇത് മുഴുവൻ ചെയ്യാൻ എന്തായാലും സമയമെടുക്കാം ഗൈസ്, കാരണം ഒരുപാട് നേരം ഉണ്ട്. ഓക്കെ, ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ മുഴുവൻ തെറ്റില്ല, അതാണ് ഒരു പ്രശ്നം. കുഴപ്പമില്ലാതെ നമ്മളത് ചെയ്ത് വന്നു. സൂര്യന്
സൂര്യൻ പോയി ഗൈസ്. ഓ എൻഡർമാൻ ദേ രണ്ട് ആൾക്കാരുണ്ട്. എൻഡർമാൻ രണ്ട് സൈഡും സ്കെലട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇത് അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ നാളെ രാവിലെ ചെയ്യാം. നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളിത് എവിടെ കിടന്നുറങ്ങാം? ഓ ബെഡ് ഒരുപാട് ഫാറായോ? ഓക്കെ നമ്മളത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമ്മളിനി ബാക്കി പണിയൊക്കെ ഇവിടെ തീർത്തിട്ട് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മുടെ റൂഫിൻ്റെ പണി ഏകദേശം കൊണ്ട് കഴിഞ്ഞു. നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. കുഴപ്പമില്ലല്ലോ അല്ലേ ഗൈസ്? അതവിടെ ചെറിയൊരു ഫാൾട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ തീർക്കണം. ഓക്കെ ഫാൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. ചെറിയൊരു ഫാൾട്ട് പറ്റി ഗൈസ്. ഓക്കെ ഇത് ഫുള്ളും കവർ ചെയ്യണം. വുഡ് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഹോൾസ് ഒന്നും ഉപ്പിടുന്നില്ല. ഹോൾസൊക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ ആ ഒരു ടൈമിങ്ങിലേ നമ്മൾ ഇടുന്നുള്ളൂ. ഓക്കെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഓക്കെ ഇനി നമ്മളിത് ഫുള്ള് വീട് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഉള്ളിൽ ഡോറ് അങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്യും. പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് ബാക്കും തീരുമാനിക്കണം. ഇത് ഫ്രണ്ടാക്കാന്ന് വിചാരിക്കുന്നു ഗൈസ്. നേരെ ഇറങ്ങി വന്നു. നമ്മളിത് ഒരു 1 2 ഒന്ന് പൊട്ടിച്ചു. ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഉള്ളിൽ റാന്തലാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. ഓ ഗൈസ് അപ്പം നമ്മളിത് ഈ റാന്തലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇനി നമുക്ക് ഡോറ് വെക്കണം. ഓക്കെ ഇനി ഡോറ് വെക്കേണ്ട പണിയിലാണ്. അപ്പോൾ ഡോറ് ഏത് വെക്കണം, എങ്ങനത്തെ വെക്കണം, അതൊക്കെ കളറ് ഈ വുഡിൻ്റെ വെക്കണോ അതോ ഇനി ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ വെക്കുന്നത് ഈ ഒരു ഡോർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡോറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് വേണം. അപ്പോൾ അടുത്തത് ഗ്ലാസ് ആണ് വേണ്ടത്. കളർ ഗ്ലാസ്സും ഉണ്ട്, നോർമൽ ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് നോർമൽ ഗ്ലാസ് ആണ് ഗൈസ്. അപ്പം നമ്മളിത് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇടുക. ഓക്കെ ഓക്കെ ഇപ്പോൾ കുറച്ച് ചന്തമായി എന്ന് വിചാരിക്കുന്നു വീട്. ഇനി താഴെ ഇറങ്ങി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. കുറച്ച് ജനലൊക്കെ സെറ്റ് ചെയ്യണ്ടേ? ഓക്കെ ഗൈസ് ഓക്കെ നമ്മൾ 2 ജനലും സെറ്റ് ചെയ്തു. ബാക്കിലും അതേപോലെ ഒരു ഹോള് കൊടുക്കണം. ബാക്കിലൊരു
കുട്ടിയിൽ കുറച്ച് മീഡിയം വലിയൊരു ജനൽ വെക്കണം ഗൈസ് ബാക്കിൽ. ഓക്കെ, നമ്മളൊരു ജനലിവിടെ വെച്ചു. പക്ഷെ അത്ര വലുത് വേണ്ട, ഒരു ബോറായതുപോലെ കുറച്ച് ഇങ്ങനെയൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്തു. എന്നാലും നമുക്ക് ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ പ്ലാൻ പ്രകാരം ഇവിടെ ഒരു റൂമൊക്കെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മളത് കൂടാതെ നമ്മളിവിടെ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് പറഞ്ഞാൽ ഒരു ബുക്ക് ഷെൽഫ് സെറ്റ് ചെയ്തു, പിന്നെ ഒരു 4 ഫർണസ്, ഒരു 3 ചെസ്റ്റ്, ഒരു ബെഡ്. ഇത് മാത്രമാണ് നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണിപ്പോൾ നമ്മുടെ വീട് ഫുള്ളും. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വെളിയിൽ നിന്നുള്ള ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്കി അടുത്ത പാർട്ടായി വരുന്നതാണ്. താങ്ക് യു.